എത്തി. നീ ടാറ്റു കുത്തിയിട്ടുണ്ടോ? ടാറ്റു കുത്തിയിട്ടുണ്ട്. ടാറ്റു കുത്തിയിട്ടുണ്ട്. ഇല്ല, അമ്മൂന്നല്ല. അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ കാമുകിമാരെ വീട്ടിൽ വിളിക്കുന്നവർ അമ്മൂന്നായിരിക്കുമല്ലോ. ആ, ഈ കണ്ണൻ എന്നൊക്കെ പറയുന്നത്. അത് ഊള പേരെ കണ്ണൻ. അയ്യോ, ഊള പറഞ്ഞാൽ തനി ഊള പേര്. ഉള്ള പട്ടിക്കും പൂച്ചയ്ക്കും മുട്ടിക്കും മുട്ടയുടെ മുട്ടിക്കും എല്ലാവർക്കും ഉണ്ട് കണ്ണ. പക്ഷെ ഉണ്ണിന്നാരെയും വിളിക്കത്തില്ലല്ലേ? ഉണ്ണിന്നും ഉണ്ട്. ഉണ്ണിയും കണ്ണനെന്ന് തന്നെ വിളിക്കുന്നത്. ഉണ്ണി, കണ്ണൻ. ഉണ്ണിന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളാരെ, കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ണിന്നാട്ട് ഈ കബീർ പണ്ടം മാത്രം വിളിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും നാട്ടിലൊരു ഉണ്ണി ഉണ്ണിന്നാരെയും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ണിയുണ്ട്. അതായത് ഉണ്ണീന്ന് പേരാണെങ്കിൽ മാത്രമേ വിളിച്ച് കേട്ടിട്ടുള്ളൂ, അല്ലാതെ ചെല്ലപ്പേരായിട്ട് വിളിച്ച് ഞാൻ കേട്ടില്ല. ചെല്ലപ്പേര് ആണോ? പിന്നെ വിഷ്ണു എന്നുള്ള പേര് ഇഷ്ടം പോലെ. വിഷ്ണു കണ്ടോ? എനിക്ക് ആ കാര്യത്തിൽ മുതലാളിയോട് ഭയങ്കര വേറൊരു പേരുണ്ട്, അമൽ. അമൽ എന്ന് പറയുന്ന പേര് കണ്ടമാനുണ്ട്. പണ്ട് PSC ലിസ്റ്റിലൊക്കെ ആദ്യം വരാൻ വേണ്ടിട്ട് ആ ചേർത്ത് പേരിടുന്നത് അമൽ. സ്റ്റിയറിംഗ് ഇങ്ങനെയാണോടാ? ഒരു ചെറിയ പിടുത്തമുള്ള പോലെ എനിക്കൊരു ഫീല്. നീ എന്നെ കുറെ പേടിപ്പിച്ചില്ല അന്ന്. കൊക്കയിലോട്ട് പോകുന്നല്ലേ തിണ്ടി പേടിപ്പിച്ചു. ആ, അന്ന് നമ്മള് വെള്ളച്ചാട്ടം കാണാൻ പോയത് ആ വഴി. അതല്ല, നേരെ ചെല്ലുമ്പോ കുഴി. ഇവ ബ്രേക്കും ചവിട്ടുന്നില്ല. എനിക്ക് വഴി അറിയാമല്ലോ. എന്നാലും നമ്മള് ചില സമയത്ത് കാണിക്കുന്ന അത് ഒരു വണ്ടി തിരിയുമ്പോ നോക്കി നിൽക്കത്തില്ല. അങ്ങ് എന്റെ ഇടയിൽ കൂടെ, കാലിന്റെ ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ടു. നമ്മുടെ ഈ മൂകാംബിന്നേ കുടജാദ്രിക്ക് പോകുന്നൊരു റൂട്ടുണ്ട്. അത് ഓഫ് റോഡ് അല്ലേ? ഓഫ് റോഡ്. ഈ ജീപ്പെ കണാപ്പന്മാര് പോകുന്നതാണ്. ആ റോഡെന്ന് പറഞ്ഞാൽ റോഡില്ല, വണ്ടി വന്ന ട്രാക്ക് മറ്റേ ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നു. ഞങ്ങൾ ലൈവിൽ പോയല്ലേ. സംഭവം അറിയോ? യുമാരി അന്ന് നല്ല കാറ്റും മഴയും കുത്തനെ ഒലിച്ചു വരുന്ന സ്ഥലമല്ലേ. 5 സീറ്റർ അല്ല, 5+2. ആ പുറകെ ഇരിക്കുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം. 7 സീറ്റർ 7 അല്ലടാ, 8 സീറ്റർ എന്ന് പറയണമെങ്കിൽ ഇന്നോവ വേണം. ഏറ്റവും പുറകിലത്തെ സീറ്റ് 3 പേര് ഇരിക്കുമെന്നാണ് അവരുടെ വെപ്പ്. ഇരിക്കാനൊക്കെ പറ്റും. XUV-ക്കും ഇരിക്കാൻ പറ്റും. ഇല്ലടാ, ലെഫ്റ്റ് എടാ. റൈറ്റ് എന്തോടോ? എത്തി. രാവിലത്തെ പരിപാടി കഴിഞ്ഞോ? എന്തോടോ? നിക്കോ ഞാൻ വൈകിട്ട് അമ്പലത്തിലുണ്ട്. അല്ലല്ല, വൈകിട്ട് ഞാനിങ്ങ് വരും. വൈകുന്നേരത്ത് തന്നെ വരും. ഞാനിപ്പോ കൊല്ലം. ഓ ശരി, ഞാൻ വിളിച്ചേക്കാം. ഓക്കെ ശരി. ഓഫീസ് സ്വാമി 150 വില കുറവാണ്. ഞങ്ങളിൽ ഈ ഒരു നോയമ്പാകുമ്പോ മീനിന്റെ ഇറച്ചിയുടെ എല്ലാം വില കുറയും. അതിന്റെ വില ഈ ആ സമയമാകുമ്പോ എല്ലാരും ട്രോളിങ് എല്ലാം കഴിയും. ആ ഒരു ടൈമാണ് ഭയങ്കര. ഈ മറ്റേ മീൻ പിടിക്കാൻ വള്ളത്തേലും ഇപ്പൊ പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ ബോട്ടയിലും പോകാൻ പറ്റും.
ഇതാണ്. ആ എന്നിട്ട് അത് എന്ത് പറ്റിയതാ? ബാക്കിലത്തെ സീറ്റ് നമ്മൾ വലിച്ചിടത്തില്ല താഴോട്ട്. വലിച്ചിടുമ്പോ അതിന്റെ താഴെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. നമ്മള് അത് വന്ന് നിക്കുന്നത്. സ്റ്റാൻഡ് വലിച്ചിടാതെ ഈ സാധനം വലിച്ചിട്ട് ഇരുന്നതാന്ന് തോന്നുന്നു. ഓ ഞാന്ന് കാണും. ഞാൻ അതിന്റെ അപ്പുറത്ത് ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് പൊട്ടിച്ച് ഇപ്പുറത്ത് വന്നു. സീറ്റ് തിരിച്ച് മടക്കാൻ പറ്റത്തില്ല. അത് വലിയ പരിപാടിയാണല്ലോ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ പിന്നെ അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഞങ്ങള് വാരയും സാധനം വെച്ച് അടിച്ച് തിരിച്ചകത്ത് കയറ്റി പിന്നെ ഹുക്ക് ടൈറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ആരാണ്ടെ പെട്ടെന്ന് കയറ്റി കാണും. അത് കയറി ഇരുന്ന നോക്കാതെ പിടിച്ച് ആക്കിയത്. അല്ല പിന്നെ എന്തെങ്കിലും സാധനം വെച്ചാണ്. നേരല്ലേ? എന്തിനാന്ന് പറഞ്ഞാലും നമുക്കിട്ട് പണി കിട്ടുന്നു. ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു മോനെ ശ്രീത്തെ ഈ വണ്ടി ഭയങ്കര ധരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്ന് വിളിച്ചപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നതാണ്. അന്നൊരു എമർജൻസി സിറ്റുവേഷൻ ആണല്ലോ. അല്ല എന്ത് പറഞ്ഞു നീ? ഇതിപ്പോ വിളിച്ച? അല്ല ഞാൻ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു ഇനി വണ്ടി ചോദിക്കരുത് ധരിച്ചില്ലെന്ന് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറയാൻ പോയി? അല്ല പിന്നെ ഒരു അവസരം ഉണ്ടാക്കരുത്. അല്ല നീ പിന്നെ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ നമ്മളങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അയാൾക്കറിയാം വണ്ടി കൊടുക്കത്തില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് അയാൾ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇനി ഇതുപോലെ എമർജൻസി പറഞ്ഞ് വിളിക്കരുത്, വണ്ടിയില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് നമ്മുടെ സംഭവം അറിയാം. ഈ വണ്ടി ആയതുകൊണ്ടാണ് കൊടുക്കാത്തത് അറിയാം. അല്ലാതെ വേറെ സംഭവം അങ്ങനെ പറയണ്ടായിരുന്നു. നമ്മൾ ഓപ്പണായിട്ടുള്ള കാര്യം അപ്പോൾ പറഞ്ഞു. അതല്ലടാ പിന്നെ ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ചോദിക്കത്തില്ലല്ലോ. എനിക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാനൊരു ഒരാൾ വണ്ടി വെച്ചാലേ പറ്റത്തില്ലെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല ആ ഇമ്പാക്റ്റിന്റെ ഡബിൾ ഇമ്പാക്റ്റ് ആയി നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയുമ്പോ പറ്റത്തില്ല അങ്ങ് ഒഴിവാക്കി വിട്ടാൽ മതി. കാരണം ഈ പിള്ളേരുടെ കൊച്ചു പിള്ളേരല്ലേ ഇവർ ഓടിയെന്ന് പറഞ്ഞാല് പിള്ളേരാണ്. അവന് 10, 20, 21 വയസ്സേ ഉള്ളൂ. 22 വയസ്സ്. പിന്നെ വിളിച്ചു ടയറോട്ടായിരുന്നു അത്. ഇവിടാണോ നോക്കണം? കേട്ടോ സെക്കൻഡ് ടയർ ഉണ്ടോ ഇവിടെ? മാസം കൊടുക്കണം കുറച്ച് പൈസ. ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോ. എനിക്ക് എല്ലാ മാസവും കഴിഞ്ഞില്ലേ അത് ഇതിനായിട്ട്? പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന ബാങ്കുകാർക്ക് കാശ് കൊടുക്കാൻ അറിയത്തില്ല. അതെല്ലാരും അങ്ങനെയൊക്കെ തന്നെ. എറണാകുളത്തുള്ള എല്ലാ എണ്ണവും ഐഫോണിൻ്റെ ബില്ല്, പിന്നെ കാറിൻ്റെ ചെയ്യാൻ, പിന്നെ വീട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചെയ്യാം, ചെരുപ്പ് മേടിക്കുന്നവർ ചെയ്യാൻ, പിന്നെന്താ ഷൂവിനൊക്കെ 2000, 3000 രൂപ. കാർഡ് സ്വൈപ്പ് ചെയ്യും, 6 മാസത്തേക്കാണ് വിട്ട്. നമ്മൾ അങ്ങനെ തന്നെയല്ലേ, നമ്മളും TV മേടിച്ചത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാറായി. അല്ല അത് 6 മാസത്തേക്കാ അതോ 6 12 അറിയത്തില്ല. കഴിഞ്ഞാലും ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് പോകുന്ന കാരണം അറിയത്തില്ല. ഒരു കാരണവശാലും ഓട്ടോയ്ക്ക് ബാക്കി പോരുത് കേട്ടോടാ. ഓട്ടോക്കാരെപ്പോഴാണ് ചവിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചവിട്ടുന്ന തന്നെയല്ലേ ഇവന്മാർക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഈ കയറ്റം കയറുമ്പോൾ, ചുരമൊക്കെ കയറുമ്പോൾ ഈ ഓട്ടോക്കാരുണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ നല്ല ഗിയറൊക്കെ ഇട്ട് സ്മൂത്തായിട്ട് വരുമ്പോഴായിരിക്കും ഇവൻ പുരണ്ടി കിടന്നിട്ട് തക്കട കളിക്കാണ്ടിരിക്കും. AC കുഴപ്പമൊന്നുമില്ലല്ലോടാ. നിനക്കെന്ത് തോന്നിയതാണ്? ഇനി വല്ല ബാധ വല്ലതും? നീ മറ്റേ ഈശാനോ കോണോ ഏതെങ്കിലും കോണിലാണോ വണ്ടി കൊണ്ടിരുന്നത്? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നീ ഇതിപ്പോ ഒരു കാര്യമില്ല.
കൊണ്ട് കാണുന്നതായിരിക്കും. അവര് നമ്മള് ക്യാമറയൊക്കെ ആയിട്ട് എന്നതുകൊണ്ട് ആരും അറിയാതെ അങ്ങ് ശരിയാക്കി കാണും. അങ്ങനെയും ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അവന്മാരെ ഫിൽറ്റർ അടിച്ചപ്പോൾ അത് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും. വല്ല തുണിയോ എല്ലാം വെച്ചായിരിക്കും അവന്മാർ അന്ന് അടച്ചത്. അത് ഒരുപാട് എയർ എടുക്കുന്ന സമയത്ത് ഇൻടേക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ക്യാമറയും കോപ്പൊക്കെ കണ്ടപ്പോൾ അവന്മാർ മിണ്ടാതെ സൈലൻ്റായിട്ട് അങ്ങ് ചെയ്തതായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇതാണ് പുകയില്ല, മണ്ണാങ്കട്ടയില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഇടിച്ചില്ല എന്ന രീതിയിലാണ് സ്ലോ. ഇതൊക്കെ കൺട്രോൾഡ്. ഒരേ വണ്ടിയല്ലേ? ആ അത് പറഞ്ഞ ഇയർ ബാക്ക് ആണ്. എന്നാൽ 2 കൊല്ലം പഴക്കമുണ്ട്. ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട വണ്ടി. അളവാണ്. എടാ ഇത് 4 ഡിസ്ക് ആണോടാ? ഫ്രണ്ട് അല്ലേ? 4 ഡിസ്ക് ആണോ? അല്ല അന്നേരം ഹാൻഡ് ബ്രേക്ക് ഡ്രം ആയിരിക്കും ഇല്ലയോ? അങ്ങനെ ഉണ്ടോ? ഡിസ്ക് ആകുമ്പോൾ എല്ലാം ഡിസ്ക് അല്ലേ? അപ്പോൾ അതെന്ത് ഹാൻഡ് ബ്രേക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കേബിളിൻ്റെ ടൈറ്റ് ഇതാക്കണ്ടേ? അല്ല കേബിൾ ടൈറ്റ് ചെയ്താൽ പോലെ. അപ്പോൾ കേബിള് മനസ്സിലായി. ഞാനും വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ആ കേരള മെക്കാനിക്ക് ആദ്യം ചെയ്തത് ഇതിൻ്റെ കേബിളും എല്ലാം അടിച്ച് പറിച്ച് പുതിയത് ഇട്ട് തന്നായിരുന്നു. പള്ളി വിളിച്ചു വണ്ടി പത്തനാപുരം ഇവിടൊക്കെ അടുത്തല്ലേ? പത്തനാപുരം കഴിഞ്ഞാണോ? കൊല്ലം കഴിഞ്ഞില്ലേ? അല്ല പത്തനംതിട്ട. വെള്ളക്കുളം പത്തനംതിട്ട നേരെ അടൂര്. ബാക്കിലെ സീറ്റ് ബെൽറ്റ് ഇപ്പൊ പിടിക്കുന്നുണ്ടോ? ബാക്കിലെ സീറ്റ് ബെൽറ്റ് പിടിക്കുന്നുണ്ടോ ഇപ്പം? ഇങ്ങനെ അതായത് ചെക്കിങ് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടോ? അതെ, ക്യാമറയ്ക്ക് ബാക്കിലുള്ളത് വരെ സെൻസ് ചെയ്യാൻ കഴിവുണ്ടെന്നാ ഇപ്പൊ അന്ന് പറഞ്ഞത്. എടാ അത് നമ്മളെ വഹിക്കാനുള്ളതാകുമ്പോ ക്വാളിറ്റി കൂടുതലായിരിക്കും. വീട്ടിലോട്ടുള്ള വഴിയാണല്ലോ. അവിടെ കയറി ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ അന്ന് വന്ന റോഡാണ്. ട്രാഫിക് സിഗ്നൽ ഉണ്ടോ? ഞാൻ കണ്ടില്ല. ട്രാഫിക് സിഗ്നൽ വെട്ടിച്ചതിനൊരു കണക്ക് വേണ്ട. അവിടെ വെച്ച് പറയണ്ടേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പഴ കാണുന്നേ. ഇവിടെ ഒരെണ്ണം വരണ്ടല്ലേ അന്നേരം? ഇവിടെ ഇല്ലേ? നീയും പറഞ്ഞില്ല. ഒന്നുമില്ല, നീ ഉറങ്ങിക്കും. ഒന്നുമില്ല, ഞാൻ ഈ സിഗ്നൽ കണ്ടില്ല. ഞാൻ വിചാരിച്ച ആളൊഴിയുന്നതനുസരിച്ച്. ആ അല്ലടാ, സിഗ്നൽ കണ്ടില്ലെന്ന്. ഞാൻ വിചാരിച്ച ആളൊഴിയുന്നതനുസരിച്ച് പോവാല്ലോ.